Next is a question. Write the Fourier series expansion of f of x is equal to mod sin x in minus pi less than x less than pi. So here the question is to find the Fourier series expansion of mod sin x in minus pi pi. So the interval is minus pi pi. So what is the period? Period is the difference, that is 2 pi. And what is the length? Half of the period, it is pi. L is equal to pi. And what is f of x? The Fourier series expansion of f of x is a naught by 2 plus sigma n from 1 to infinity an cos n pi x by L plus bn sin n pi x by L. Okay. So this is the Fourier series expansion of f of x. So we need to find a naught. What is a naught? It is 1 by L, 1 by pi. Integral, the defined interval is minus pi to pi f of x, that is modulus of sin x dx. Okay. And what about this modulus of sin x? Modulus of sin x is an even number, even function. Because modulus, even if it is sin of minus x minus sin x, then modulus of minus sin x will be plus sin x. So negative is not coming out from this modulus. Negative പുറത്തു വരില്ലല്ലോ. So ഈ modulus of ഏത് ഫംഗ്ഷൻ ആയാലും അത് ഈവൻ ഫംഗ്ഷൻ ആണ്. So this is an even function. ഈവൻ ആകുമ്പോൾ മൈനസ് പൈ ടു പൈനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ എന്ന് എഴുതാം. sin x dx. Okay. So 2 by pi integral 0 to pi sin x dx എന്ന് എഴുതാം. Again we need to write ഒരു കാര്യം കൂടെ എഴുതാനുണ്ട്. What is the value of modulus of sin x? Modulus of sin x is plus sin x like mod x. Mod x നമ്മൾ plus x in പോസിറ്റീവ് സൈഡും മൈനസ് എക്സ് ഇൻ നെഗറ്റീവ് സൈഡെന്ന് എഴുതുമല്ലോ. അപ്പം സൈൻ എക്സ് ഇൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ആയിരിക്കണം. ആൻഡ് മൈനസ് സൈൻ എക്സ് ഇൻ മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. അതായത് നെഗറ്റീവ് സൈഡിൽ മൈനസ് സൈൻ എക്സും പോസിറ്റീവ് സൈഡിൽ സൈൻ എക്സും കറക്റ്റ് ആണോ? 0 to pi. 0 to pi means first 2 quadrants, sin is positive. Then minus pi to 0, last 2 quadrants, that is it is minus sin x. Okay, അപ്പോൾ ഇത് കറക്റ്റ് ആണ്. അപ്പം ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. സോ മോഡുലസ് ഓഫ് സൈൻ എക്സ് 0 to pi വരെ നമുക്ക് എന്തെന്ന് എഴുതാം? സൈൻ എക്സ് എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് 2 by pi into what's the integral of sin x? Minus cos x from 0 to pi. So it is minus 2 by pi into minus പുറത്തെടുത്തു cos pi minus cos 0. cos pi എത്രയാ? cos of pi means 1 time pi. cos odd times pi minus 1 ആണ്. even times pi വന്നാൽ plus 1. so it is minus 1. cos 0 also 1. so minus 1 minus 1 minus 2 അല്ലേ? that is 4 by pi. Okay, so a naught is 4 by pi. A naught is 4 by pi. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എ എൻ വേണം. എ എൻ is 1 by L, that is 1 by pi integral minus pi to pi f of x into cos n pi x by L. L is also pi. So it is 1 by pi integral minus pi to pi. What is f of x? Mod sin x into cos nx dx. Okay. ഇനി മോഡ് സൈൻ എക്സ് നമുക്കറിയാം ഈവൻ ആണ്, കോസും ഈവൻ ആണ്. സോ ഈവൻ ഇൻറ്റു ഈവൻ ഇസ് അഗെയിൻ ഈവൻ. സോ ഈവൻ ഫ്രം മൈനസ് പൈ ടു പൈ ചെയ്യുമ്പോൾ 2 into 0 to pi and mod sin x ഈ സൈഡിൽ പ്ലസ് സൈൻ ആണ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ഓക്കെ.
ഇനി ഈ വാല്യൂ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിപ്പോൾ പ്രോഡക്റ്റ് ആണ്. സോ 2 sin A cos B ഫോമുല അപ്ലൈ ചെയ്ത് ഇതിനെ സമ്മാക്കി മാറ്റേണ്ടി വരും, ബിക്കോസ് ദിസ് ഇസ് പ്രോഡക്റ്റ്. അപ്പോൾ സമ്മാക്കുമ്പോൾ എങ്ങനെ വരും? 2 sin A cos Bക്ക് ഒരു ഫോമുലയുണ്ട്, സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി അല്ലേ. 2 sin A cos B സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ 2 കൂടെ നമുക്ക് ഈ 2 ഇതിന് കൊടുക്കേണ്ടി വരും. സോ 2 നമുക്ക് ഇവിടെ എഴുതേണ്ടി വരും. സോ ഇറ്റ് ഈസ് 1/π ഇൻറ്റഗ്രൽ 0 to π സൈൻ ഓഫ് സം അല്ലേ, എ പ്ലസ് ബി, അതായത് എക്സ് പ്ലസ് എൻ എക്സ് പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് എൻ എക്സ് ഡിഫറൻസ് ഡി എക്സ്. ഇനി ഇതിനെ നമുക്ക് 1/π ഇൻറ്റഗ്രൽ 0 to π എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 1 പ്ലസ് എൻ ഇൻറ്റു എക്സ് എന്ന് എഴുതാം, പ്ലസ് സൈൻ ഓഫ് 1 മൈനസ് എൻ ഇൻറ്റു എക്സ്, എക്സ് കോമൺ ആയിട്ട് എടുത്തു, ദാറ്റ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വാട്ട് ഇസ് ദ ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഓഫ് 1 പ്ലസ് എൻ ഇൻറ്റു എക്സ്? സൈൻ തീറ്റേൻ്റെ ഡെറിവേറ്റ് ഇൻ്റഗ്രൽ മൈനസ് കോസ് ഓഫ് 1 പ്ലസ് എൻ ഇൻറ്റു എക്സ് കഴിഞ്ഞിട്ടില്ല, ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ ചെയ്യണം. ഹിയർ ഓൾസോ സൈൻ്റെത് മൈനസ് കോസ് ഓഫ് 1 മൈനസ് എൻ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എൻ. ഓക്കെ, ഫ്രം 0 to π. ഇനി ലിമിറ്റ് കൊടുത്താലോ? വെൻ എക്സ് ഇസ് പൈ മൈനസ് കോസ് ഓഫ് 1 പ്ലസ് എൻ ഇൻറ്റു പൈ ബൈ 1 പ്ലസ് എൻ മൈനസ് കോസ് ഓഫ് 1 മൈനസ് എൻ ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എൻ. ഇനി 0 കൊടുത്താലോ? കോസ് 0 1 അല്ലേ, സോ മൈനസ് 1 ബൈ 1 പ്ലസ് എന്നും ഇവിടെ മൈനസ് 1 ബൈ 1 മൈനസ് എന്നും. സോ ഇറ്റ് ഈസ് 1/π. ഇനി വാട്ട് ഈസ് മൈനസ് കോസ് ഓഫ് കോസ് എൻ തീറ്റ? കോസ് എൻ തീറ്റ നമുക്കറിയാം, കോസ് എൻ പൈ നമുക്കറിയാം, -1 റേസ് ടു എൻ ആണ്. അപ്പോൾ ഇവിടെ 1 പ്ലസ് എൻ ടൈംസ് പൈ എടുക്കുമ്പോൾ എന്ത് വരും? -1 റേസ് ടു 1 പ്ലസ് എൻ. ഓക്കെ, -1 റേസ് ടു 1 പ്ലസ് എൻ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എ പ്ലസ് ബി, എ റേസ് ടു എം പ്ലസ് എൻ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. അപ്പോൾ -1 റേസ് ടു 1 ഇൻറ്റു -1 റേസ് ടു എൻ, അതായത് -1 റേസ് ടു എൻ. ഓക്കെ, അപ്പോൾ ഇതിന് പകരം ആ ഫസ്റ്റ് ടേമിന് പകരം നമുക്ക് മൈനസ് ഓഫ് -1 റേസ് ടു എൻ എന്ന് എഴുതാം. ഓക്കെ, ഇത് ഞാനിവിടെ എഴുതുന്നില്ല. ഇറ്റ് ഈസ് 1/π ഇൻറ്റു കോസ് ഓഫ് 1 പ്ലസ് എൻ ഇൻറ്റു പൈ മൈനസ് ഓഫ് -1 റേസ് ടു എൻ. അപ്പോൾ ഇവിടെ മൈനസ് ഇല്ലേ, മൈനസ് ഓഫ് കോസ് എടുത്താലോ? ഈ മൈനസ് പ്ലസ് ആവുമല്ലോ. സോ -1 റേസ് ടു എൻ ബൈ 1 പ്ലസ് എൻ ആയി. അതുപോലെ ഇവിടെയോ കോസ് ഓഫ് 1 മൈനസ് എൻ ഇൻറ്റു പൈ എടുത്താലോ? -1 റേസ് ടു 1 മൈനസ് എൻ വരും. ദാറ്റ് ഈസ് ഓൾസോ -1 റേസ് ടു 1ഉം -1 റേസ് ടു മൈനസ് എന്നും വരും. അപ്പം ഇതിൻ്റെ അർത്ഥം -1ഉം ഈ -1 റേസ് ടു -1ൻ്റെ അർത്ഥം എന്താ? -1 ഡിനോമിനേറ്ററിൽ നിന്നല്ലേ, ഡിവൈഡർ ബൈ 1 വരും. അപ്പം ഇതിനെ നമുക്ക് -1 എങ്ങനെ എഴുതാം? -1 നെഗറ്റീവ് ആകട്ടെ, 1 ബൈ -1 ദ ഹോൾ റേസ് ടു എൻ എന്ന് എഴുതാമല്ലോ, ബിക്കോസ് 1 റേസ് ടു എൻ 1 തന്നെയാണ്. അപ്പം ഈ മൈനസിനെ നമ്മൾ മാറ്റി, മേളിൽ വേറെ ആരുമില്ല, സോ 1 ഇട്ടു, ഡിനോമിനേറ്ററിൽ -1. 1 ബൈ -1 എന്താ? അഗെയിൻ -1 അല്ലേ, സോ ഇറ്റ് ഈസ് -1 റേസ് ടു എൻ. അപ്പോൾ അതും മൈനസ് ഓഫ് -1 റേസ് ടു എൻ തന്നെ വരും. അപ്പോൾ അവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഇത് പ്ലസ് ആവും, ബൈ 1 മൈനസ് എൻ. ഇനി ഈ ടേം എന്താകും? പ്ലസ് 1 ബൈ 1 പ്ലസ് എന്നും മൈനസ് പ്ലസ് 1 ബൈ 1 മൈനസ് എന്നും വരും. സോ ഇറ്റ് ഈസ് 1/π ഇൻറ്റു ഈ രണ്ട് ടേമിൽ നിന്ന് -1 റേസ് ടു എൻ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ 1 ബൈ 1 പ്ലസ് എൻ പ്ലസ് 1 ബൈ 1 മൈനസ് എൻ പ്ലസ് ഇത് രണ്ട് ടേമിനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് എൻ ഇൻറ്റു 1 മൈനസ് എൻ LCM, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ, അങ്ങനെ എഴുതാം.
അപ്പോൾ 1 മൈനസ് എൻ പ്ലസ് 1 പ്ലസ് എൻ വരും. സോ ഇറ്റ് ഈസ് 1/π ഇൻറ്റു -1 റേസ് ടു n. ഇവിടെ നമുക്ക് LCM 1 പ്ലസ് എൻ ഇൻറ്റു 1 മൈനസ് എൻ, 1 മൈനസ് എൻ പ്ലസ് 1 പ്ലസ് എൻ പ്ലസ് സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്താലും 2/1 മൈനസ് എൻ സ്ക്വയർ തന്നെയാണ്. സോ 1/π ഇൻറ്റു, അപ്പോൾ നമുക്ക് ഈ ടേം കോമൺ ആയിട്ട് എടുക്കാം. 1 മൈനസ് എൻ സ്ക്വയർ ഡിനോമിനേറ്ററിൽ ഇട്ടിട്ട് ന്യൂമറേറ്ററിൽ ആരെഴുതാം? അതായത് 2/1 മൈനസ് എൻ സ്ക്വയർ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ഓക്കെ, 2/1 മൈനസ് എൻ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ ബാക്കിയുള്ളത് -1 റേസ് ടു n പ്ലസ് 1 ആണ്. സോ ദിസ് ഈസ് ദ വാല്യൂ ഫോർ ഏതാ? an. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? 2/π ഇൻറ്റു 2/π ഇൻറ്റു 1 മൈനസ് എൻ സ്ക്വയർ ഇതൊക്കെ നമുക്ക് റബ്ബ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ വാല്യൂ. പിന്നെ ഇതാണ് എൻ്റെ വാല്യൂ. ഇപ്പോൾ an എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, an എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ 1 മൈനസ് എൻ സ്ക്വയർ ഉണ്ട്. ഇനി നമുക്കറിയാം സീരീസിൽ സിഗ്മ n വേരീസ് ഫ്രം 1 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എന്നിന് ഇവിടെ 1 കൊടുക്കാൻ പറ്റുമോ? ഇഫ് n is 1, വാട്ട് അബൌട്ട് ദിസ് ഡിനോമിനേറ്റർ? n വേരീസ് ഫ്രം 1 ടു ഇൻഫിനിറ്റി, n 1 2 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. If n is 1, this will be infinity. 1/infinity is 1/0 infinity ആവും. അപ്പോൾ ഇവിടെ എഴുതുക, provided this expression is valid only if n is not equal to 1. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ ഇതാണ്. പകരം n എന്താവില്ല? 1 ആകില്ല. ഇനി ബട്ട് വി ഹാവ് ടു ഫൈൻഡ് കറസ്പോണ്ടിങ് വാല്യൂ ഫോർ n is equal to 1. അപ്പോൾ ഇഫ് n is equal to 1, what will be an? an എന്തായിട്ട് മാറും? a1 ആകും. ഇപ്പോൾ a0 ഓൾറെഡി കണ്ടുപിടിച്ചു. a1ഉം a2 a3 എക്സെട്ര, അതാണ് ജനറലി an എന്ന് പറയുന്നത്. ബട്ട് ഹിയർ n is not equal to 1 പറയുന്നുണ്ട്. സോ ബട്ട് വി ഹാവ് ടു ഫൈൻഡ് a1. വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് a1? 1/π ഇൻറ്റഗ്രൽ -π ടു π മോഡുലസ് ഓഫ് സൈൻ x ഇൻറ്റു കോസ് n is 1 അല്ലേ? അപ്പോൾ കോസ് x ആകും. ഓക്കെ, സോ ഇറ്റ് ഈസ് 1 മോഡ് സൈൻ ഈവന് കോസ് ഈവന്. സോ 2/π ഇൻറ്റഗ്രൽ 0 ടു π സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതണം. ഇനി 2 സൈൻ എക്സ് കോസ് എക്സ് എന്താ? ഇൻറ്റഗ്രൽ 0 ടു π 2 സൈൻ എക്സ് കോസ് എക്സ് ഇസ് സൈൻ 2x. സോ ഇറ്റ് ഈസ് then now we can integrate sin 2x in integral minus cos 2x by 2 from 0 to pi. അപ്പോൾ എന്തായിട്ട് വരും? -1/π ഇൻറ്റു, if x is pi 2π cos 2π cos even pi 1 ആണ്. if x is 0 cos 0യും 1 ആണ്. അപ്പോൾ 1 - 1 കിട്ടിയില്ലേ? ദാറ്റ് ഇസ് 0. അപ്പോൾ anൽ n 1 കൊടുത്താൽ a1 0 ആണ്. 1 എന്ന ടേം ഇല്ല. അപ്പോൾ ഇവിടെ n വേരീസ് ഫ്രം നമ്മൾ എഴുതുമ്പോൾ 2 ടു ഇൻഫിനിറ്റി കൊടുക്കാം. സിഗ്മ 1 ഫ്രം വേണ്ട, 1ന് 0 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് an. അപ്പോൾ എൻ്റെ വാല്യൂ വാട്ട് ഇസ് an? 2/π ഇൻറ്റു 1 മൈനസ് എൻ സ്ക്വയർ ഇൻറ്റു -1 റേസ് ടു n പ്ലസ് 1. ഓക്കെ, where n is not equal to 1. Now next we have to find bn. What is the value of bn? bn is 1/π integral -π to π f of x into sin n pi x by l. അപ്പോൾ ബൈ പൈ തന്നെ വരും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി, ഇത് സൈൻ എൻ എക്സ് ആകും. മോഡ് സൈൻ ഈവൻ ആണെന്നറിയാം, സൈനും ഈ ഓടാണ്. അപ്പോൾ ഈവനിൻ്റെ ഓഡ് എന്താ? ഓടായി. ഓഡ് ഫ്രം -π to π എന്താ? 0. ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാല്യൂ.
അപ്പോൾ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതണം? therefore എഫ് ഓഫ് എക്സ് ഇസ് എ നോട്ട് നമുക്ക് 4/π ആണ് വന്നത്. എ നോട്ട് ബൈ 2 ഉണ്ട്, അപ്പോൾ ഡിനോമിനേറ്ററിൽ 2 എഴുതുക. പ്ലസ് സിഗ്മ എൻ ഫ്രം 1 to ഇൻഫിനിറ്റി കൊടുക്കാൻ പറ്റില്ല, പകരം ഇവിടെ n നോട്ട് ഈക്വൽ ടു 1, സോ 2 to ഇൻഫിനിറ്റി കൊടുക്കാം. ഇനി സപ്പോസ് A1 ഇസ് എ നോൺ സീറോ വാല്യൂ, നമുക്ക് ആ വാല്യൂ ലാസ്റ്റ് ആഡ് ചെയ്യാം, അവസാനം ആഡ് ചെയ്യാം. സോ n ഫ്രം 2 to ഇൻഫിനിറ്റി 2/π into 1 minus n square minus 1 raised to n plus 1 that into cos nx. ഇനി പ്ലസ് bn ഇല്ല, ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു എന്നിന് A1 നോൺ സീറോ ആണെങ്കിൽ പ്ലസ് ദാറ്റ് A1 ഇൻറ്റു കോസ് 1x എന്നും കൂടെ എഴുതണം. സോ ദിസ് ഈസ് ദ സീരീസ് ഫോർ മോഡ് സൈൻ എക്സ്. ഓക്കെ.